അതായത് ഈ എക്കണോമിക് ഹിസ്റ്റോറിയൻസിന്റെ ഒരു തിയറി പ്രകാരം ഈ 7 സ്റ്റേജ് ഓഫ് കൊളാപ്സ് ഒരു തിയറി ഉണ്ട്. അതായത് ഈ വലിയ സാമ്രാജ്യങ്ങൾ, അതായത് സ്പെയിൻ, ബ്രിട്ടൻ, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, ഈ 3 സാമ്രാജ്യങ്ങളുടെ പതനത്തെ അവർ ബേസ് ചെയ്ത് ഇവർ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയ കൺക്ലൂഷനാണ് ഈ 7 സ്റ്റേജ് ഓഫ് കൊളാപ്സ് എന്ന് പറയുന്നത്. അതായത് വലിയൊരു സാമ്രാജ്യം കൊളാപ്സ് ചെയ്യുന്നതിന് മുമ്പ് കാണിക്കുന്ന 7 സ്റ്റേജുകൾ, അല്ലെങ്കിൽ കടന്നു പോകുന്ന 7 സ്റ്റേജുകൾ. സ്റ്റേജ് 1 ആയിട്ട് ഇവർ പറയുന്നത് ഈ മിലിറ്ററി ഓവർ എക്സ്റ്റൻഷൻ ആണ്. അതായത് ലോകം മുഴുവൻ മിലിറ്ററി ക്യാമ്പുകൾ ഉണ്ടാക്കുകയും, അതായത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് 750-ലേറെ മിലിറ്ററി ബേസുകൾ ലോകം മുഴുവനുണ്ട്. അപ്പോൾ ഈ ക്യാമ്പുകളെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരികയും അവിടെ കൃത്യമായ സപ്ലൈ ചെയിൻ അവർക്ക് കൊടുക്കാൻ പറ്റാതെ വരികയും അതൊരു എക്കണോമിക് ഓർഡറായി മാറുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് ഈ മിലിറ്ററി ഓവർ എക്സ്റ്റൻഷൻ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവർക്ക് ഇത് മാനേജ് ചെയ്യാൻ ബിയോണ്ട് ദിയർ കപ്പാസിറ്റിയിലേക്ക് ഇത് പോകും മാനേജ് ചെയ്യാൻ. ഇപ്പൊ തന്നെ നമ്മൾ കാണാം ഗൾഫ് രാജ്യങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ ഒരു മിലിറ്ററി ക്യാമ്പുകൾ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇറാൻ ഇപ്പോൾ ചെയ്ത പണി എന്താ? അവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്യാമ്പുകളും തകർത്ത് കളഞ്ഞു. ഇനി അത് റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ ഫണ്ട് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള ഗൾഫിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവരത് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത്രയും പണം അവരെ ഉണ്ടാവില്ല. പിന്നെ അവരൊരിക്കലും അത് വലിയ സംഭവമായിട്ട് കാണത്തുമില്ല. കാരണം അവരുടെ പ്രൊട്ടക്ഷൻ ഇത് ഒരു തരത്തിൽ ഉപയോഗപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ അത്രയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇവർ പറയുന്നത് ഈ കറൻസി ഡീബേസ്മെന്റ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് കറൻസി ഡീബേസ്മെന്റ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയുടെ കറൻസിയെ ബേസ് ചെയ്യുന്നത് പെട്രോ ഡോളറാണ്. അതായത് ഈ പെട്രോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്ത് ഈ പെട്രോളിയം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഡോളറിലാണ്. അപ്പൊ അതിനനുസരിച്ചാണ് ഡോളറിന്റെ വാല്യൂ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ലോകം മൊത്തം ജനങ്ങൾക്ക്, എല്ലാ രാജ്യങ്ങൾക്കും ഡോളറിന്റെ കളക്ഷൻ ഉണ്ടാവണം. കാരണം എല്ലാ ട്രേഡും പെട്രോളാണ് മെയിൻ ട്രേഡ്. അപ്പൊ അതിനെ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ ഡോളർ വേണം. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈസി ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ സാങ്ഷൻ ഏർപ്പെടുത്താൻ കഴിയും. കാരണം ഡോളറാണ് മെയിൻ കറൻസി. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പൊ ബ്രിക്സ് ഒരു പുതിയ കറൻസിയെ പറ്റി ചിന്തിക്കുന്നു. മറ്റു രാജ്യങ്ങൾ, ഇപ്പൊ ചൈനയും റഷ്യയും ഇറാനും ഒക്കെ ലോക്കൽ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യയും നമ്മുടെ ലോക്കൽ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ UAE ആയിട്ടുള്ള ട്രേഡൊക്കെ ലോക്കൽ കറൻസിയിലാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ ഇറാൻ പറഞ്ഞിട്ടുണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴി ഇനി നിങ്ങൾക്ക് ഷിപ്പുകൾ പോകണമെങ്കിൽ യുവാനില് ചൈനീസ് കറൻസിയിൽ ട്രേഡ് ചെയ്യണമെന്നാണ്. അപ്പൊ അതാണ് ഈ പറയുന്ന കറൻസി ഡീസ്റ്റെബിലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. 4ാമത്തെ ഒരു സ്റ്റേജായിട്ട് ഇവർ പറയുന്നത് ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ്. അമേരിക്കയെ സംബന്ധിച്ചും അങ്ങനെയാണ്. അമേരിക്കയിൽ വലിയ വലിയ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ഉണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ അമേരിക്കയിൽ കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അമേരിക്കയിൽ വേണ്ട മെഡിസിൻസ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഈവൻ അവരുടെ വെപ്പൺസ് പോലും, അതിന്റെ പാർട്സ് പോലും ഇവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. രാജ്യത്തിനകത്ത് പ്രൊഡക്ടിവിറ്റി ഇല്ല. ആ പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ വരുമ്പോഴത്തേക്കിന് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതാണ് ഇതിന്റെ ഒരു 4th സ്റ്റേജായിട്ട് ഈ ഹിസ്റ്റോറിയൻസ് ചൂണ്ടിക്കാട്ടുന്നത്. 5ാമത്തെ സ്റ്റേജായിട്ട് ഇവർ പറയുന്നത് സോഷ്യൽ ഡീകേ എന്ന ഒരു സ്റ്റേജാണ്. അതായത് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് വീടില്ലാത്തവരുടെ എണ്ണം കൂടുക, ക്രൈം കൂടുക, ഫെർട്ടിലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കുറയുക, അങ്ങനെ ഒരു എന്താ പറയാ, ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനുമായിട്ട് ജനങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകുക, പ്രൊട്ടസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുക, ആഭ്യന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക, സ്ട്രീറ്റ് ഫൈറ്റുകൾ, കലഹങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെയാണ് സോഷ്യൽ ഡീകേ ആയിട്ട് പറയുന്നത്. അപ്പൊ അമേരിക്കയുടെ കേസിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിസിബിൾ ആണെന്നാണ് പൊതുവെയുള്ള ഒരു പഠനം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ 6ാമത്തെ സ്റ്റേജായിട്ട് ഈ പറയുന്ന സ്പെയിന്റെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെ കേസിൽ ഇവർ പറയുന്നത് ഈ ലോസ് ഓഫ് റിസർവ് കറൻസി സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നു. അതായത് ഈ റിസർവ് കറൻസിയുടെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നു. ശരിയല്ലേ? കാരണം ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവനും ഈ എന്താ പറയാ, ചുമ്മാ ഡോളർ അടിച്ചു കൂട്ടുന്നു, ലോകം മൊത്തം അത് വാങ്ങിച്ചു കൂട്ടുന്നു. കാരണം എല്ലാ ട്രേഡും ഇന്ന് ഡോളറിലാണ്. പക്ഷെ ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താ? ചൈന, റഷ്യ, അതുപോലെ തന്നെ ഇന്ത്യ, വമ്പൻ ശക്തികളൊക്കെയും സ്വന്തം കറൻസിയിൽ പരമാവധി ട്രേഡ് ചെയ്യുന്നു. ബ്രിക്സ് സ്വന്തം കറൻസി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പം അതായത് റിസർവ് അത് ഡോളർ അത്രയ്ക്ക് വലിയ റിസർവ് അല്ല. ഡോളർ ഇല്ലെങ്കിലും അതിന് നമുക്ക് നമ്മുടെ സ്വന്തം കറൻസിയിൽ കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ചൈനീസ് കറൻസിയിൽ കച്ചവടം ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതാണ് 6ാമത്തെ ഒരു സ്റ്റേജായിട്ട് പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇറാൻ കൊടുക്കുന്ന വലിയ ചാലഞ്ച്, അതുപോലെ തന്നെ ഇത് നാളെ ഇപ്പൊ തൈവാനെ ചൈന പിടിക്കുകയാണെങ്കിൽ, റഷ്യ യൂറോപ്പിലേക്ക് ഇൻവേഡ് ചെയ്യുവാണെങ്കിൽ അമേരിക്ക എന്തോ ചെയ്യാൻ പറ്റും? അമേരിക്ക ഒന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്ക ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇറാനെ പോലും അവർക്ക് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുവാണ്, എങ്ങനെങ്കിലും ഊരി പോവാൻ നോക്കുവാണ്.
അമേരിക്കയെ സംബന്ധിച്ച് ഈ പറയുന്ന എന്താ പറയാ ഇസ്രായേലിനെ അവർ ഇട്ടിട്ട് അവർക്ക് മുങ്ങിയാലും കുഴപ്പമില്ല, അവർക്ക് അവരുടെ തടി ഊരി പോകണമെന്നാണ്. അപ്പൊ ഇതാണ് പറയുന്നത്, ഏതാണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഒരു അസ്തമനത്തിലേക്ക് കാര്യങ്ങൾ വരുന്നതാണ്. ഇവരുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണെങ്കിൽ, ഈ സയന്റിസ്റ്റുകളുടെ കാൽക്കുലേഷൻ പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 10 വർഷം, ഒരു ഡെക്കേഡ് അതിനകം ഏതാണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമാകുമെന്നാണ് ഇവർ പറയുന്നത്.